നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നവവധു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹ ചടങ്ങിനായി പങ്കെടുക്കുന്ന പുറപ്പെടുന്ന ദൃശ്യമാണ്. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വിവാഹ ചടങ്ങുകൾ തുടങ്ങും. നേരത്തെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയുടെ മകളും കുടുംബവും ഭാര്യയും അടങ്ങുന്ന കുടുംബം പുറപ്പെടുന്ന കാഴ്ച കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയത്ത് ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ദർശനം നടത്തുന്നത്. വീണ്ടും കൺവെൻഷൻ സെന്ററിൽ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ കുടുംബം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി. വലിയ രീതിയിലുള്ള താരനിര ഇത്തവണ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. അത് നേരത്തെ സുവി വിശ്വനാഥൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒന്നായി മാറുന്നു. സുരേഷ് ഗോപി അദ്ദേഹം താര സംഘടനയായ അമ്മയുമായി അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. പരസ്യമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ പ്രകടമാക്കിയിരുന്ന ഒരാൾ കൂടിയാണ്. ആ ഭിന്നതകളെല്ലാം മറികടന്നുകൊണ്ടുള്ള സൗഹൃദങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തുന്ന താരങ്ങളുടെ എണ്ണം അതുപോലും ഒരളവിൽ ഒരു പിന്തുണയാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്താൻ ബിജെപിക്ക് കഴിയും. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, അതോടൊപ്പം തന്നെ പ്രമുഖ സംവിധായകനായ ഷാജി കലാസ് എന്നിവരെ, ദിലീപ് തുടങ്ങിയവരെ അണിനിരത്തിക്കൊണ്ടാണ് വിവാഹ ചടങ്ങ് തന്നെ നടക്കാൻ താലികെട്ട് ചടങ്ങ് തന്നെ നടക്കുന്നത്. അങ്ങനെ 30 പേർക്ക് മാത്രമാണ് ഇരു കുടുംബങ്ങളിൽ നിന്നുമായി പങ്കെടുക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് താലികെട്ട് ചടങ്ങിൽ. അതിൽ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ശേഷം പ്രധാനപ്പെട്ട താരനിര അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ അത് എത്രത്തോളം വലിയ പിന്തുണ സിനിമാ ഫീൽഡിൽ നിന്ന് സുരേഷ് ഗോപിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടിയായി മാറുന്നു. സ്വാഭാവികമായിട്ടും ഇതൊരു സാധാരണ ഒരു സിനിമാ താരത്തിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ അപ്പുറത്തേക്കെല്ലാം ഒരു പിന്തുണ, ജനകീയ പിന്തുണ, ഒരു മുൻ MP-യുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കാളിത്തം, അതിന് ഉപരിയായിട്ട് ഒരു നിയുക്ത സ്ഥാനാർത്ഥിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. അത് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെയുള്ള ക്ഷേത്രത്തിൽ. അങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്നുകൂടിയായിട്ട് ഈ വിവാഹ ചടങ്ങ് മാറുകയും ചെയ്യുന്നു. വീണ്ടും സുവി വിശ്വനാഥിലേക്ക്. സുവി, വിവാഹ ചടങ്ങിനായി സുരേഷ് ഗോപിയുടെ കുടുംബവും പുറപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ചടങ്ങിലേക്ക് വളരെ പെട്ടെന്ന് കടക്കാൻ, പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ ചടങ്ങിലേക്ക് കടക്കാൻ, അതോ അതേത് രീതിയിലായിരിക്കും? എത്ര സമയമാണ് താലികെട്ട് ചടങ്ങിനായി ലഭിക്കുക? ഒപ്പം പ്രധാനമന്ത്രിക്ക് മറ്റുള്ള അതിനൊപ്പം നടക്കുന്ന വിവാഹം നടക്കുന്ന ദമ്പതികൾക്കൊപ്പം നിന്ന് പ്രധാനമന്ത്രി ഫോട്ടോ എടുക്കുമെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ട്. എത്ര സമയമായിരിക്കും അദ്ദേഹം അവിടെ ചെലവിടുക? അപർണ, അരമണിക്കൂർ സമയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി അനുവദിച്ചിരിക്കുന്നത്. അരമണിക്കൂർ നേരം അദ്ദേഹം ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം റോഡ് മാർഗമാണ് ഇവിടെ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചേരുക. അവിടെ നിന്ന് അദ്ദേഹം നടത്തുന്നത് ആദ്യം ക്ഷേത്ര ദർശനമാണ്. 3ാം തവണയാണ് നരേന്ദ്രമോദി ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തവണയും അദ്ദേഹം അത് സന്ദർശിക്കുമ്പോൾ അതിന് വേറെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം അദ്ദേഹം അയോധ്യയുടെ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു ശ്രീരാമക്ഷേത്രം കൂടെ സന്ദർശിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഈ സന്ദർശനത്തിലുണ്ട്. അതായത് തൃപ്രയാർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുന്നു. മടങ്ങിയതിനു ശേഷം വസ്ത്രം മാറിയതിനു ശേഷമാണ് വിവാഹ ചടങ്ങിന് വേണ്ടി എത്തുക. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ ദൃശ്യമാണ് നമുക്ക്
കാണുന്നത്. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപിയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന മകൾ ഭാഗ്യയും ഈ വാഹനത്തിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വിവാഹത്തിൽ പങ്കെടുക്കേണ്ടവർ അല്പസമയം മുമ്പ്, ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം നരേന്ദ്രമോദി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയൊരു താരനിര തന്നെയാണ് അവിടെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. ഖുശ്ബു ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ താരങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായി വരും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഭാഗ്യ ഈ വാഹനത്തിൽ കയറി ഈ ക്ഷേത്രത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ ഇവർ ഇവിടെ നിന്ന് എത്തേണ്ടതുണ്ട്. ഭാഗ്യയോടൊപ്പമായിരിക്കും സുരേഷ് ഗോപിയും ക്ഷേത്രത്തിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ചടങ്ങുകൾ രണ്ടിടങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താലികെട്ട് ചടങ്ങാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ബാക്കി ചടങ്ങുകൾ ഇവിടെ ഈ കൺവെൻഷൻ സെന്ററിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു നിർണായകമായ നിമിഷങ്ങളിലൂടെ, വർഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷക്കാലം രാജ്യസഭാ MP ആയിരുന്ന കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ബദ്ധശ്രദ്ധ തൃശൂരിന് വേണ്ടിയുണ്ടായിരുന്നു. തൃശൂരിലെ സജീവമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. ഒപ്പം ആദ്യഘട്ടങ്ങളിൽ 2 തവണ അദ്ദേഹം തൃശൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ ഘട്ടങ്ങളിൽ ഉള്ള സുരേഷ് ഗോപിയല്ല, കൂടുതൽ ജനകീയനായ, കൂടുതൽ രാഷ്ട്രീയക്കാരനായ ഒരു സുരേഷ് ഗോപിയെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഭാവപ്രകടനങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു സുരേഷ് ഗോപിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഒപ്പം തൃശൂരിന് സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതുകൂടെ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിലൂടെ വെളിപ്പെടുകയാണ്.